അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെല്ലാവരും നല്ല ചൂടിലാണ് ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ചൂട് കൂടിയമായിരുന്നു. നമുക്കറിയാം, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി പഠനം നടത്തിയ ആളുകളൊക്കെ പറയുന്നത് ഇനി വരും വർഷങ്ങളിൽ ഈ ചൂട് ഇനിയും കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ എല്ലാ പള്ളികളും AC വെച്ച് തുടങ്ങി. പല വീടുകളിലും AC സ്ഥാപിച്ചു കഴിഞ്ഞു. AC വെക്കാത്ത വീടുകളിൽ ആളുകൾ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ചൂട് പണ്ട് നമ്മൾ അത്ഭുതത്തോടു കൂടി ഗൾഫ് പോയി വന്ന ആളുകളാണ് പറയൽ, ഗൾഫിലേക്ക് എന്താ ചൂട്. അപ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി കേൾക്കും. എന്നാൽ ഇപ്പോൾ ആ ഗൾഫിലെ ചൂട് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ചൂട് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ചൂട് ഇങ്ങനെ കൂടിയത് കാരണം പല സ്ഥലങ്ങളിലും കിണറുകളൊക്കെ വറ്റി തുടങ്ങി, വെള്ളത്തിൻ്റെ ദൗർബല്യത സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, ചില സമയത്ത് വല്ലാത്ത മഴ, ചില സമയത്ത് ശക്തമായ തണുപ്പ്, ചില സമയങ്ങളിൽ ശക്തമായ ചൂട്, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രവർത്തനമായും കാലാവസ്ഥ വ്യതിയാനമായിട്ടുമാണ് പല ആളുകളും ഇതിനെ നോക്കി കാണാറുള്ളത്. പക്ഷെ നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നോക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടായിരിക്കണം ഏത് കാര്യങ്ങളെയും നമ്മൾ നോക്കി ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ച നിയമങ്ങളാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, അല്ലെങ്കിൽ ആയാത്തുകളാണ്. ആയത്തുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അതിന് ആയത്തു ശർഇയ്യ എന്നാണ് പറയും. മറ്റൊന്ന് ഭൂമി, അതുപോലെ തന്നെ സൂര്യൻ, പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങൾ, ഇതിനൊക്കെ ആയത്തുൽ കൗനിയ എന്നാണ് പറയുക. രണ്ടും അള്ളാഹിൻ്റെ ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അള്ളാഹുവിൻ്റെ ഖൗല് വാക്കാണെങ്കിൽ മറ്റേതൊക്കെ അള്ളാഹുവിൻ്റെ ഫിഅലാണ്, പ്രവൃത്തിയാണ്. ഈ രണ്ട് ആയത്തുകളെ കുറിച്ചിട്ടും നമ്മളോട് അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമുക്കറിയാം, ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഈ 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ്റെ ചൂടാണ് ഇപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. ഈ സൂര്യനെങ്ങാനും ഒരല്പം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ തണുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇനി ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഒരല്പം താഴോട്ട് ഇറങ്ങിയാലോ നമ്മൾ വെന്തുരുകി അതും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം നമുക്ക് അല്ലാഹു ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായിട്ടാണ് ഈ സൂര്യനെ അല്ലാഹു സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, സൂര്യനും ഭൂമി അടക്കമുള്ള സകല ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ കറക്കത്തിൽ ഒന്ന് മുകളിലേക്ക് കയറിപ്പോവുകയോ ഒന്ന് താഴോട്ടിറങ്ങി വരികയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെയാകട്ടെ ചന്ദ്രനെയാകട്ടെ എല്ലാം സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അത് അള്ളാഹു നമ്മളോട് ചെയ്തിട്ടുള്ള അപാരമായ അവൻ്റെ ഒരു അനുഗ്രഹമാണ്, അവൻ്റെ ഒരു റഹ്മത്താണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട് നന്ദിയുള്ള ദാസന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടിനെ പഴിച്ചുകൊണ്ട് വർത്തമാനം പറയും. എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ആക്ഷേപിക്കും, എന്തൊരു നാശം പിടിച്ച ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ട്.
സത്യത്തിൽ ഏത് കാലാവസ്ഥയായാലും ആ കാലാവസ്ഥയെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, യസുബ്ബു ബനി ആദമ ദഹ്റ, മനുഷ്യൻ കാലത്തെ ആക്ഷേപിക്കുന്നു. കാലം എന്നുള്ളത് ചൂടുകാലം, തണുപ്പുകാലം ഒക്കെ കാലമാണ്. കാലത്തെ മനുഷ്യൻ ആക്ഷേപിക്കുന്നു. സത്യത്തിൽ വാന ദഹ്റു, ഞാനാണ് കാലം. അള്ളാഹു പറയാണ്, ഞാനാണ് കാലം, ബിയദില്ലൈലു വന്നഹാർ. ഈ ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കയ്യിലാണ് രാവും പകലുമൊക്കെയുള്ളത് എന്ന് പറഞ്ഞാൽ ചൂട് നൽകുന്നതും ഞാനാണ്, തണുപ്പ് നൽകുന്നതും ഞാനാണ്. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് ഞാനിങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ നൽകുന്ന ഈ ചൂടിനെയും ഈ തണുപ്പിനെയും ഒക്കെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, സത്യത്തിൽ അവൻ അതിലൂടെ എന്നെയാണ് ആക്ഷേപിക്കുന്നത്. അവൻ എന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും എന്തൊരു നശിച്ച ചൂടാണ്, ചില ആളുകൾ പണ്ടാറടങ്ങിയ ചൂടാണ്, ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കാലാവസ്ഥയെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഇപ്പോൾ ഭൂമിയിലാണല്ലോ നമുക്ക് ഈ അനുഭവിക്കുന്ന ചൂട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാണെന്ന്. അപ്പം നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തത്? ഇത്തരം ചൂടൊക്കെ ഇത് നമുക്ക് ചിലപ്പോൾ കിട്ടേണ്ടതുണ്ടാവും. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് ഖൈറുകളുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നമ്മളിതിനെ ആക്ഷേപിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചൂട് കൂടുന്നതിൻ്റെ കാരണങ്ങൾ ഭൗതികന്മാരായ ആളുകൾ പലതും പറയും. അതങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, അങ്ങനെയാണ് പലതും പറയാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചൂട് എന്തുകൊണ്ട് കൂടുന്നു, ഈ തണുപ്പ് എന്തുകൊണ്ട് കൂടുന്നു, അതിൻ്റെ ഒരു കാരണം നമ്മൾ പഠിച്ചു വെക്കണം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹ. ഒരിക്കൽ നരകം അള്ളാഹുവിനോട് ഒരു പരാതി പറഞ്ഞു. അപ്പോൾ നരകം സംസാരിക്കോ? നരകം പരാതി പറയോ? പറയും, സംസാരിക്കും. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. നരകം ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ മസീദ്, ഇനിയും ആളുകളുണ്ടോ, ഇങ്ങോട്ട് പോന്നോട്ടെ എന്നൊക്കെ അള്ളാഹിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ കത്തിക്കുന്ന അന്ധമായ ഒരു തീയല്ല, മറിച്ച് അള്ളാഹുവിനോട് സംസാരിക്കുന്ന, സത്യനിഷേധികളെ കാണുമ്പോൾ ദേഷ്യത്തോടുകൂടി ഗർജിക്കുന്ന അങ്ങനെയുള്ള ഒരു നരകത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഈ നരകം അള്ളാഹുവിനോട് പറയാണ്, എന്താ? റബ്ബി അക്കല ബഅദി ബഅദൻ, റബ്ബെ എൻ്റെ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഫഅദിന ലഹാ ബി നഫ്സൈൻ, അള്ളാഹു അതിന് 2 ശ്വാസം വിടാനുള്ള അനുവാദം കൊടുത്തു. അപ്പം നരകം എന്ത് ചെയ്തു? ഒന്ന് നിശ്വസിക്കും, ഒന്ന് ശ്വാസം പുറത്തേക്ക് വിടും. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബി നഫ്സിൻ ഫി ശിതാഇ വ നഫ്സിൻ ഫി സ്വൈഫി. അതൊന്ന് തണുപ്പ് കാലത്താണ് അത് വിടുന്ന ശ്വാസം, മറ്റൊന്ന് ചൂട് കാലത്താണ് അത് വിടുന്ന ശ്വാസം. എന്നിട്ട് പറയാം, ഫഷ്തദ്ദു മാ തജിദൂന ഫിൽ ഹരി വഷ്തദ്ദു മാ തജിദൂന മിന സംഹരീർ. നിങ്ങൾ ഈ ചൂട് കാലത്ത് അനുഭവിക്കുന്ന ചൂട് നരകം പുറത്തേക്ക് വിട്ട ഒരു ശ്വാസമാണ്. നിങ്ങൾ ഈ തണുപ്പ് കാലത്ത് അനുഭവിക്കുന്ന കഠിനമായ തണുപ്പ്, അത് നരകം പുറത്തേക്ക് വിട്ട ഒരു ശ്വാസമാണ്. നരകത്തിൽ ചൂടിൻ്റെ ശിക്ഷയുള്ളതുപോലെ തന്നെ തണുപ്പിൻ്റെയും ശിക്ഷയുണ്ട് എന്നാണ്. നമുക്കറിയാം, തണുപ്പ് ഓവറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനുഷ്യന്, അത് ശിക്ഷയായിട്ട് മാറും. അപ്പോൾ തീ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ തന്നെ നരകത്തിൽ എന്തുണ്ട്? തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയുമുണ്ട് എന്ന്. അപ്പം നരകത്തിലെ തണുപ്പ് അതികഠിനമാണ്, മനുഷ്യനെ താങ്ങാവുന്നതിനപ്പുറമാണ്. ചൂടും മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല
ഈ നരകത്തിന് എന്ത് ചെയ്യാണ്? ശ്വാസം പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയാണ്. ഈ നരകം പുറത്തേക്ക് വിട്ടൊരു ശ്വാസമാണത്രേ നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നരകത്തിൻ്റെ ഒരു ശ്വാസത്തിന് ഈ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നരകമെന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇതാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ നമ്മളിങ്ങനെ ഹൂ ഹാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഈ എത്രയോ ഒരു ചെറിയ ഒരു ഗോളമാണ് സൂര്യൻ. സൂര്യനും ചന്ദ്രനൊക്കെ നരകത്തിൽ കാളൻ്റെ വലിപ്പത്തിലുണ്ടാവുന്ന, അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. എന്നിട്ട് അതിൻ്റെ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നരകമെന്ന് പറയുന്നത് എത്ര ശക്തമായിരിക്കും? ഇതാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ചൂടുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന്, നമ്മൾ ഈ ദുനിയാവെന്ന് വിട്ടുപോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചൂടാണ് ഖബറിലെ ചൂട് എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, ഖബറിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അയാളോട് ചോദിക്കും, മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ്? അപ്പോൾ അയാൾ നല്ല മൂമിനാണെങ്കിൽ പറയും റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. അടുത്ത ചോദ്യം, മാ ദീനുക്ക, നിൻ്റെ ദീൻ ഏതാണ്? അപ്പോൾ അയാൾ പറയും ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. അടുത്ത ചോദ്യം, മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ്? ഹുവ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ 3 വാക്കല്ലേ പഠിച്ചു വെക്കാൻ കഴിയും പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല. അതങ്ങനെ പറയാനൊന്നും കഴിയില്ല. ആരാണ് റബ്ബ്, എന്താണ് ദീന്, ആരാണ് പ്രവാചകൻ, അത് കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്ക് മാത്രം പറയാനേ തൗഫീക്ക് കിട്ടുള്ളൂ, എല്ലാത്തവർക്കും കിട്ടൂല. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെടും. എന്നാൽ ചില ആളുകളോട് ഈ മൻ റബ്ബുക്ക, മാ ദീനുക്ക, മൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഹാ ഹാ ലാതിരി, എനിക്കറിയില്ല എന്ന് പറയും. അയാൾക്ക് പറയാൻ കഴിയില്ല. സംഭവം അയാൾ മുസ്ലിമൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ ആരാണ് റബ്ബ്, എന്താണ് നബി, ഏതാണ് ദീൻ എന്നുള്ള അയാൾ പഠിച്ചിട്ടില്ല. പഠിക്കാത്തതുകൊണ്ട് തന്നെ റബ്ബിനെ മനസ്സിലാക്കുന്നത് വികലമായിട്ടാണ്, പ്രവാചകനെ മനസ്സിലാക്കിയത് വികലമായിട്ടായിരിക്കും, ദീനിനെ മനസ്സിലാക്കിയത് വികലമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് പറയാൻ കഴിയൂല. അങ്ങനെ പറയാതിരുന്നാൽ ഫയുനാദി മുനാദി മിനസ് സമാഇ അൻ കദിബ, ആകാശത്തുനിന്നൊരു വിളി ഉണ്ടാവും. ഖബറിൽ ഇങ്ങനെ അട്ടഹാസം കേൾക്കുന്ന. എന്താണ് ആ അട്ടഹാസം? ഫഅഫ്രിശൂഹു മിനന്നാർ വഅൽബിസൂഹു മിനന്നാർ. ഈ ഖബർ കെടുക്കുന്ന മനുഷ്യനെ നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുക. മാത്രമല്ല നരകത്തിലെ വസ്ത്രങ്ങൾ അയാളെ അണിയിച്ചും കൊടുക്കുക. വഫ്തഹുലഹു ബാബൻ ഇലന്നാർ, നരകത്തിൻ്റെ കവാടം ഈ ഖബറിലേക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഖബർ കെടുക്കുന്ന മനുഷ്യന്മാർ, നമ്മുടെ വാപ്പ, വല്യാപ്പ, നമുക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾ, ഇവരൊക്കെ ഇപ്പോൾ ഉള്ളത് ഖബറിലല്ലേ? ഇവർ രണ്ടിലൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ സ്വർഗത്തിലെ കവാടം തുറന്നിട്ട് ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന അനുഭൂതികൾ, അതിൻ്റെ സുഗന്ധങ്ങളും അതിൻ്റെ നറുമണങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവരിങ്ങനെ ഖബറൊക്കെ എടുക്കുന്നുണ്ട്. സ്വർഗീയമായ വിരിപ്പിൽ സ്വർഗീയമായ ഉടയാടകൾ അണിഞ്ഞുകൊണ്ട് അവർ ഖബറിൽ കിടന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തൊരു വിഭാഗം ഈ നരകത്തിലെ കവാടങ്ങൾ തുറന്ന് അതിലെ ചൂടും വേവുമൊക്കെ ഈ ഖബറിലേക്ക് വന്ന് ആ നരകത്തുനിന്ന് കൊണ്ടുവന്ന വിരിപ്പിൽ നരകത്തിലെ ഉടയാടകൾ അണിഞ്ഞുകൊണ്ട് അവർ ഖബറിൽ കിടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയ ആളുകൾക്ക് ഏത് അവസ്ഥയിലായിരിക്കും? ഇനി നമ്മളും പോകാനുള്ളതാണ്. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. മരിക്കാതിരിക്കണേ ജനിക്കാതിരിക്കണം, പക്ഷെ ജനിച്ചു പോയി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അത് വലിയ വിദൂരമായിട്ടൊന്നും നമ്മൾ കാണും വേണ്ട. നമുക്കങ്ങനെ ഒരു തോന്നല്, ഞാനൊന്നും ഇപ്പം മരിക്കില്ല എന്ന്. അള്ളാഹു പറയുന്നത് ഇന്നഹും യറൗനഹു ബഈദ വനറാഹു കരീബ, അവരതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. ഈ കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ നോമ്പ് 26-ന് നമ്മൾ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുമ്പോൾ ആ പള്ളിയിൽ ഈ മയ്യത്തൊക്കെ കൊണ്ടുവന്നാൽ കുളിപ്പിക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവന്നു. സത്യത്തിൽ വല്ലാതെ ബേജാറായിപ്പോയി.
പെരുന്നാളിന് വേണ്ടി വസ്ത്രമൊക്കെ എടുത്തു വെച്ച് മുടിയും താടിയൊക്കെ നല്ല സൈസാക്കി വെച്ച് 2 ദിവസം 2-3 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളിലേക്ക് പ്രവേശിക്കല്ലേ. ഒരു 10-34 വയസ്സുള്ള ചെറുപ്പക്കാർ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടോ ടൗണിലേക്ക് പോവാം. വഴിയിൽ വെച്ച് അറ്റാക്ക് വന്ന് വീണ് മരിച്ചു. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തു. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നപ്പോൾ ശരിക്കും ബേജാറായിപ്പോയി. ഇവിടെ ഇങ്ങനെ കീറി മുറിച്ച് തല ഇങ്ങോട്ട് മുറിച്ച് എന്നിട്ടൊന്നായിട്ട് തുന്നിക്കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് വെക്കാണ് എന്തെല്ലാം സങ്കല്പങ്ങളും വെച്ച് ഈ മനുഷ്യനെ ഓടിയതായിരിക്കും. ഇപ്പൊക്കെ ഞാൻ മരിക്കുന്നത് അയാൾ ആ അറ്റാക്ക് വന്ന് അയാൾ വീണ്ടും മരിച്ചു. കണ്ണ് തുറന്നത് അയാൾ ഖബറിനകത്ത്. ഇതന്നെയല്ലേ നമുക്കുള്ളൂ. ഈ ഇരിക്കുന്ന എത്ര ആളുകൾ നമ്മൾ പുറയിലെത്തും. നമ്മളെ മരണം എന്താണെന്ന് നമുക്കറിയോ? അപ്പോൾ നമ്മുടെ മരണം എന്നുള്ളത് വളരെ അടുത്താണ്, നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനെ. പക്ഷെ നമ്മളൊരു ഗഫലത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പല സങ്കല്പങ്ങളും വെച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വളരെ വിദൂരമല്ലാതെ നമ്മുടെ തൊട്ടടുത്താണ്. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്ന് നമ്മൾ ആ ഖബറിനകത്തെത്തി. ആ ഖബറിൽ ഇങ്ങനെയുള്ള ചൂടും വേവുകളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ചൂടിനെ കുറിച്ച് പരാതി പറയുന്ന നമ്മൾ ആ ഖബറിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യണത്? ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താലല്ലേ അവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കാരണം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞത് യുഅ്തർ റജുലു ഫീ ഖബരിഹി, ഖബറിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഫൈദാ ഊതിയ മിൻ ഖബിലി റഅസിഹി, അവൻ്റെ തലയുടെ ഭാഗത്തുകൂടി ചൂട് വരും, ശിക്ഷ വരും ഖബറിനകത്തേക്ക്. ഫദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ, അപ്പോൾ അവൻ പാരായണം ചെയ്ത ഖുർആൻ ആ ശിക്ഷയെ തടുത്തു നിർത്തും. ഈ മനുഷ്യനെ അത് ഏൽപ്പിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ചൂടിനെ തടക്കാൻ, ഈ ശിക്ഷയെ തടുക്കാൻ എത്ര നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ ഒരു ഹത്തൊക്കെ തീർന്ന ആളുകളുണ്ടാവും. പക്ഷെ ഖുർആൻ ഇപ്പോൾ റമദാൻ കഴിഞ്ഞപ്പോൾ അത് മടക്കി വെച്ചിരിക്കുന്നു. ഇനി അടുത്ത റമദാനിൽ നോക്കാം. അങ്ങനല്ല, നമ്മൾ നിരന്തരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓതേണ്ടത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയാൽ ഈ ഖബറിലെ ഈ ശിക്ഷ വരുമ്പോൾ നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ ആ ശിക്ഷയെ തടയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഖബറിലേക്ക് ചൂടിനെ തടക്കാനുള്ള ഒരു വിഭവമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും നമ്മൾ കാണണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വദഖത ലതുത്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖുറൂബ്, നിങ്ങൾ നൽകുന്ന സ്വദഖ നിങ്ങളുടെ ഖബറിലെ ചൂടിനെ കെടുത്തിക്കളയുമെന്ന്. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്വദഖകളൊക്കെ ഖബറിൽ നമുക്ക് വരുന്ന ചൂടിനെ കെടുത്തിക്കളയുന്ന ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു ചൂട് ഖബറിലേതാണ് ആദ്യത്തെ ചൂട്. രണ്ടാമത്തെ ചൂട് എവിടുത്തതാണ്? മഹ്ശറിലെ ചൂടാണ്. ഈ മഹ്ശറിലെ ചൂടിനെ കുറിച്ച് നമ്മൾ ഇവിടുത്തെ ചൂടിനെ കുറിച്ചൊന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സൂര്യനും ഭൂമിയും തമ്മിൽ 15 കോടി കിലോമീറ്റർ ഏകദേശം വ്യത്യാസമുണ്ട് എന്ന്. എന്നാൽ മഹ്ശറിലെത്തുമ്പോൾ ഈ സൂര്യൻ താഴോട്ടും ഇങ്ങോട്ട് വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദിന ശംസ് യൗമൽ ഖിയാമ മിൻ ഖൽഖി, അന്ത്യനാളിൽ സൃഷ്ടികളോട് സൂര്യൻ അടുത്തു വരുമെന്നുള്ളതാണ്. എത്രത്തോളം? ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, അന്ന് മനുഷ്യൻ അവൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലൽ കഅബൈൻ, ചില ആളുകളുടെ കാലിൻ്റെ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബത്തൈ, ചില ആളുകളുടെ മുട്ടുകാല് വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖവൈ, ചില ആളുകളുടെ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ചില ആളുകളുടേത് തൊണ്ടക്കുഴി വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തൊണ്ടക്കുഴി വരെ വിയർപ്പിൽ മുങ്ങണമെങ്കിൽ ആ ചൂടിൻ്റെ ശക്തി എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്.
ഇപ്പം നമുക്കറിയാം, കുറച്ച് നേരം നമ്മൾ വെയിലിൻ്റെ ചൂടണ്ട ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറിക്കും, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫാൻ ഓണാക്കും, AC ഉള്ളവർ അങ്ങോട്ട് മാറും. ഈ മഷറ പോയാൽ നമ്മൾ എങ്ങോട്ടാണ് ഓടുക? ഇത് 1 ദിവസം, 10 ദിവസം, 100 ദിവസം, 1000 ദിവസം. നമ്മളിവിടെ ദുനിയാവിൽ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷങ്ങളെ 1000 വർഷങ്ങൾക്കൊക്കെ സമമാണത്ര അവിടുത്തെ ഒരു ദിവസം. അത് ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ പരകോടി മനുഷ്യന്മാരുണ്ടാവും. ഒരു മനുഷ്യനും വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, ഒരു മനുഷ്യന് പാദം ധരിച്ചിട്ടുണ്ടാവില്ല, ചെരുപ്പും ധരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ മനുഷ്യൻ കൂടി നിൽക്കുമ്പോൾ ഈ അവസ്ഥ എന്തായിരിക്കും? ഇതില്ലാത്ത കഥകളാണ്, ഇതൊരു യാഥാർത്ഥ്യമല്ലേ നമുക്ക് നേരിടാനുള്ള. അപ്പം ഈ ചൂടിനെ കുറിച്ച് പരാതി പറയുന്ന നമ്മൾ ആ ചൂടിനെ കുറിച്ച് വല്ലതും നമ്മൾ ചിന്തിക്കാറുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അതിൽ ചില പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക തണൽ കിട്ടുന്ന, അത് അവർക്ക് മാത്രം അനുഭവിക്കുന്ന ചില തണലാണ്, സുഖങ്ങളാണ്. അത് 7 വിഭാഗത്തെ ഒരു ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ല. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ അർശിൻ്റെ തണൽ നൽകും, ഒരു തണലുമില്ലാത്ത കാലഘട്ടത്തിൽ. അതാരാണ്? ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത് പറഞ്ഞു വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വന്ന ആളുകൾ. നമുക്കറിയാം, നമ്മളൊക്കെ യുവത്വം പലപ്പോഴും ശൈത്താൻ്റെ മാർഗത്തിലാണ്. എന്നിട്ട് ചോരയും നീരും ഒക്കെ വറ്റി ഇനി കുരുത്തക്കട കളിക്കാനൊന്നും കഴിയൂല. അപ്പോഴാണ് പിന്നെ നമ്മൾ തസ്ബീഹ് പിടിച്ച് അള്ളാൻ്റെ അടുത്തേക്ക് പോക്ക്. സത്യത്തിൽ അങ്ങനല്ല. നമ്മുടെ നല്ല യുവത്വമാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടത്. ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കണം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളൊരു യുവതിയാണ്, ഒരു യുവാവാണ് എങ്കിൽ ആ നമ്മുടെ യുവത്വം അള്ളാഹുവിനെ പേടിച്ച് അവൻ കൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ അവൻ ആറാമാക്കിയ കാര്യങ്ങളിൽ വിട്ടുനിന്ന് അങ്ങനെ ഇബാദത്തിലായി വളർന്നു വന്നാൽ ഒരു തണലുമില്ലാത്ത ഈ സമയത്ത് അള്ളാഹു ഈ ആൾക്ക് പ്രത്യേകമായ തണൽ നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞു വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, ഒരു മനുഷ്യൻ അയാളുടെ കൽബ് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ പറഞ്ഞു. നിസ്കാരത്തോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, പള്ളിയിൽ ജമായത്തിന് കൃത്യമായി കണിശത കാണിക്കുന്നവനായിരിക്കും, ഒരു വക്തും ജമായത്ത് പള്ളി ഒഴിവാക്കൂല, പള്ളിയിൽ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സും മറ്റ് ഇബാദത്തുകൾക്കൊക്കെ അയാൾ സജീവമായി പങ്കെടുക്കുന്ന ആളായിരിക്കും. ഇതാണ് പള്ളി കൽബുമായി ബന്ധപ്പെടാ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്. നാലാമത് പറഞ്ഞതാണ് വറജുലാനി തഹാബ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ പരസ്പരം സ്നേഹിച്ചു. എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അവർ ഒരുമിച്ച് കൂടിയതും അള്ളാഹ്ക്ക് വേണ്ടി, വേർപിരിഞ്ഞതും അള്ളാഹ്ക്ക് വേണ്ടി. സ്നേഹബന്ധം പലതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. സാമ്പത്തികമായി, വേറെ പൈശാചിക മാർഗത്തിലൊക്കെ പല സ്നേഹങ്ങളും പ്രേമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിക്കുക നമ്മൾ ആളുകൾ. ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുക. ചിലപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ തന്നെ നമുക്ക് വേർപിരിയേണ്ടിയും വരും. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര പറഞ്ഞിട്ട് വിട്ടുക്കില്ല, ഇത് വിട്ടുക്കാത്തോടത്തോളം കാലം എനിക്ക് എന്നായിട്ട് ബന്ധം ഉണ്ടാവില്ല, വിട്ട് പിരിയേണ്ടി വരും. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പെണുങ്ങണതും മുണ്ടുന്നതും സ്നേഹിക്കുന്നതൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം സ്നേഹവും പിണക്കവുമൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലാക്കിയ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ തണലിട്ട് കൊടുക്കും. അഞ്ചാമത് പറഞ്ഞതാരാ? വറജുലുൻ ദഅത് ഇംറഅതുൻ ദാത മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഒരു പെണ്ണ് വേണ്ടാത്ത വൃത്തികേടിന് ക്ഷണിച്ചു. പക്ഷെ ആ പെണ്ണിനെ ആകട്ടെ നല്ല സൗന്ദര്യമുള്ളവളാണ്, അതോടൊപ്പം നല്ല സമ്പത്തുള്ളവളാണ്, കുലീനതയാണ്, എല്ലാം ഉണ്ട്, തറവാടിയാണ്. പക്ഷേ ആ മനുഷ്യൻ ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വിട്ടുന്നു. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതാണായാലും പെണ്ണായാലും തെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാനെ മറന്നുപോകും. ആരില്ലാത്ത സമയങ്ങളിലും അള്ള ഉണ്ട് എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം.
നമുക്ക് നാട്ടുകാരാണ് പേടി, അള്ളാഹ്നല്ല നമുക്ക് പേടി. അള്ളാഹ്നെയാണ് ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ടത്. സ്വകാര്യ ജീവിതമാണ് നമ്മൾ നന്നാക്കേണ്ടത്. നമ്മളെ പരസ്യ ജീവിതം ഒന്ന് വേറെ, നമ്മുടെ രഹസ്യ ജീവിതം ഒന്ന് വേറെ ഒന്നായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരാൾ വേണ്ടാത്ത വൃത്തികേടിന് നമ്മളെ ക്ഷണിച്ചിട്ട് ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാഹ്നെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് വിട്ടുനിന്നാൽ ആ മനുഷ്യന്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അർശിൻ്റെ തണൽ അള്ളാഹു നൽകുമെന്നുള്ളത്. ആറാമത് പറഞ്ഞപ്പോൾ റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ബിശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. രഹസ്യമായിട്ട് ദാനധർമ്മം കൊടുക്കുന്ന ആളുകൾ എത്രത്തോളം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല. നാളുകൾ പേരിനും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് ദാനം കൊടുക്കുന്ന ഒരു കാലം. എന്തെങ്കിലും 4 നോട്ട് ബുക്ക് കൊടുക്കണമെങ്കിൽ അതൊരു ക്യാമറമാനെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത്, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 4 ആളും ക്യാമറമാൻ ഇല്ലാത്ത പരിപാടിക്കൊന്നും ആളെ കിട്ടുന്നില്ലെന്ന്. ഇതങ്ങനല്ല. ഇത് രഹസ്യമായിട്ട് പേരും പ്രശസ്തിക്കും സ്ഥാനവും ഇതിനൊന്നല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. അത്തരം ആളുകൾക്കും എന്തുണ്ടാവും? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അർശിൻ്റെ തണലുണ്ടാവും. അതുപോലെ തന്നെ വറജുലുൻ ദക്കറല്ലാഹു ഖാലിയ ഫഫാദത് ഐനാഹു, ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്നിട്ട് കരയുക. എന്തിന്? ദുനിയാവിന് വേണ്ടിയിട്ടല്ല, അള്ളാഹിനെ ഓർത്ത്. അങ്ങനെ കരയുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകും. അങ്ങനെയുള്ള കണ്ണുനീര് കാണാൻ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന്. അള്ളാഹിനെ ഓർത്ത് എങ്ങനെ കരയുക? നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ ആരുമില്ലാതെ നമ്മൾ ഇരുന്ന് കരയുക. നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ കരിയിപ്പിക്കാനൊക്കെ പലർക്കും കഴിയും. അതിലല്ല പ്രസക്തി. നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മൾ കരയണം. നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, അള്ളാഹു എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. എന്നിട്ട് ഞാൻ ഈ ചെയ്തു തന്ന അള്ള തന്ന ഈ അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്കെതിരെയല്ല ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ പരലോകത്തിൻ്റെ അവസ്ഥ, ഞാൻ ഇന്ന് മരിച്ചുപോയ എന്തായിരിക്കും? ഇതിനൊക്കെ കുറിച്ച് ഇങ്ങനെ ശരിക്കും കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ആരില്ലാത്ത സമയത്ത് ഒന്ന് എണീറ്റ് കരഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ കണ്ണുനീരെന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന്. അത്തരം ആളുകൾക്ക് നാളെ മഹ്ശറിൽ അള്ളാഹു ഒരു തണലുമില്ലാത്ത സമയത്ത് തണലിട്ട് കൊടുക്കും. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് അനുഭവിക്കുന്ന ചൂട് മഹ്ശറിലെ ചൂടാണ്. മൂന്നാമത്തെ ചൂട് അതിനേക്കാളുമൊക്കെ വലിയ ചൂടാണ് നരകത്തിലെ ചൂട് എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും മിൻ ഹാദിഹി ലത്തി യൂഖിദു ഇബ്നു ആദമ ജുസ്അൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. മനുഷ്യന് ഭൂമിയിൽ കത്തിക്കുന്ന തീയിൻ്റെ 70 ഇരട്ടി ശക്തി ഉണ്ടാവും നരകത്തിലെ തീയിന്. നമ്മൾ ഭൂമിയിൽ കത്തിക്കുന്ന തീ തന്നെ വ്യത്യസ്തമാണ്. ഒരു കടലാസ് കഷ്ണം കത്തിക്കുന്ന തീയല്ല ഒരു മരക്കഷ്ണം കത്തിക്കുമ്പോൾ. നമുക്കറിയാം, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കത്തുന്ന തീ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്ട്രോങ് ആയിരിക്കില്ലല്ലോ ചെറിയ തീ. അപ്പോൾ ഭൂമിയിലെ തീ തന്നെ വ്യത്യസ്തമാണ്. ഈ ഭൂമിയിലെ തീയിൻ്റെ, മനുഷ്യൻ കത്തിക്കുന്ന തീയിൻ്റെ 70 ഇരട്ടി മടങ്ങ് ശക്തി ഉണ്ടാകും പരലോകത്ത് നരകത്തെ തീക്ക്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വല്ലാഹി ഇൻ കാനത്തില്ല കാഫിയത്തൻ, അള്ളാഹുവെ റസൂലെ, അള്ളാഹ്ക്ക് നമ്മൾ ശിക്ഷിക്കണമെങ്കിൽ ഈ തീ തന്നെ പോരെ, എന്തിനാ ഇതിൻ്റെ ഇരട്ടി ശിക്ഷ തീ? അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അൻ കുല്ലുഹും മിസ്ല ഹർരിഹാ. ദുനിയാവിലെ തീ ഇങ്ങനെ വെച്ചിട്ട് അതേപോലെയുള്ള തീ പിന്നെയും കൂട്ടി വെക്കും, അതേപോലെയുള്ള തീ പിന്നെ, അങ്ങനെ 70 മടങ്ങ് കൂട്ടി വെച്ച തീയാണ് നരകത്തിലെ തീ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ തീയിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനുള്ള തീയാണ്. ഈ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അതാലോചിക്കും, ഇതൊന്നൊരു പ്രശ്നമായിട്ട് മാറില്ല. ഇത് ചൂടിൻ്റെ വിഷയം മാത്രമല്ല, ദുനിയാവിലെ ഏത് ദുരന്തങ്ങളും പ്രയാസങ്ങളും നമുക്ക് പ്രയാസമായിട്ട് തോന്നൂല. പക്ഷെ നമുക്ക് ദുനിയാവാണ് നമ്മൾ വലുത്. അതിനപ്പുറത്തേക്ക് അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല, അത് കടല്ലേ, ഇപ്പം റക്കുള്ളത് ദുനിയാവല്ലേ, ഇവിടുത്തെ കാര്യം നടക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടില്ല. നമുക്കൊരുപാട് സങ്കല്പങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ്. പക്ഷെ അതൊക്കെ സഫലീകരിക്കാനും പൂർത്തീകരിക്കാനും നമ്മുടെ ആയുസ് ബാക്കിയുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പക്ഷെ മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ ഖബറും മഹ്ശറും നരകവും അതൊക്കെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ
അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന പരലോകമൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നരകത്തെക്കുറിച്ചിട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം പരലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊക്കെ നരകശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചിട്ട് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഞാൻ ഈ പറയണ അതിന് എത്ര ആളെ കൽബ് കയറുന്നുണ്ട് അള്ളാഹു അല്ല. നമ്മളെ കൽബിലേക്ക് ഇതൊന്നും കയറിയില്ല. നമ്മുടെ കൽബിന് തന്നെ ഒരു കസ്വത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന്. കസ്വത്തുൽ കൽബ് എന്ന് പറഞ്ഞ ഒരു കൽബുണ്ട്. മനുഷ്യൻ്റെ കൽബിന് ബാധിക്കുന്ന പല രോഗങ്ങളിൽ ഒന്നാണ് കസ്വത്ത്. ജൂതന്മാരെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ ഖസത്തു ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അഷദ്ദു ഖസ്വ. അള്ളാഹുവിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾ കണ്ടിട്ടും നിങ്ങളുടെ കൽബ് കടുത്തുപോയി, അത് കല്ലിനേക്കാൾ കടുത്തുപോയി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്, കല്ല് പാറകൾ കണ്ടില്ല നിങ്ങൾ, ചിലപ്പോൾ അത് പൊട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും. പക്ഷെ ജൂതന്മാരെ കൽബ് അത്രത്തോളം ഉണ്ടാവില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ജൂതന്മാരുടെ കൽബ് കല്ല് പോലെ എന്നാണ് പറഞ്ഞത്, ഇരുമ്പ് പോലെ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുക കല്ലിനാണ് ശക്തി, ഇരുമ്പിനാണ് ശക്തി. നമ്മൾ ഇരുമ്പിനാണെന്ന് പറയും. പക്ഷേ ഈ ഇരുമ്പ് തീയിലിട്ട് കഴിഞ്ഞ് ഒന്നുകൂടി മാർദ്ദവമാകും, അത് വളക്കാൻ. ഇതൊക്കെ വളച്ചതാണ്, തീയിലിട്ട വളയും. പക്ഷെ കല്ല് തീയിലിട്ട് അത് വളയൂല. അപ്പം അത്രയും ഒരു ഉറപ്പുള്ള സാധനമാണ് എന്ത് ഈ കല്ല്. ഇതുപോലുള്ള അവസ്ഥ മനുഷ്യൻ്റെ കൽബിന് വരും. അങ്ങനെ വന്നൊരു വിഭാഗമാണ് യഹൂദികൾ, ഇസ്രായേലിയർ. ഇത് ഇസ്രായേലിയർക്ക് മാത്രം ബാധിക്കുന്ന ഒന്നല്ല, നമുക്കൊക്കെ ബാധിക്കുന്ന ഒന്നാണ് നമ്മളെ കൽബ്. ഇത് ബാധിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായാലും പിന്നെ കേൾക്കുന്ന ഉത്ബോധനൊന്നും തലേ കയറൂല. ഇപ്പം പരലോകം പോലെയുള്ള, നരകം പോലെയുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷകളൊക്കെ കുറിച്ച് പറഞ്ഞ പല പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ അവതരണം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കുന്നുണ്ടെങ്കിൽ കുന്നു കുലുങ്ങിപ്പോവും. പക്ഷെ ഇപ്പുറം ഇരിക്കുന്ന കുഞ്ഞാപ്പിനൊരു കുലുക്കം ഉണ്ടാവില്ല. മൂപ്പരപ്പോഴും ഇങ്ങനെ വേറെ കൊടുക്കും ആലോചിക്കാർ. എന്താ കാരണം? കൽബ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നരകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇന്നഹാ തർമി ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജമാലത്തുൻ സുഫർ. ഈ നരകം പുറത്തു വിടുന്ന ഒരു തീയിൻ്റെ പൊരി, തീപ്പൊരി നമ്മൾ പറയില്ലേ, ആ തീപ്പൊരി തന്നെ ഒരു വലിയ ബിൽഡിങ്, കൊട്ടാരത്തിന് സമാനമായിരിക്കുന്ന മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കും ആ ഒരു തീപ്പൊരി എന്നാണ് വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ച്. ഒരു തീയിൻ്റെ പൊരി അങ്ങനെയാണെങ്കിൽ ആ നരകം എന്തായിരിക്കും? സൂറത്ത് വാക്കിയ നമുക്കറിയാവുന്ന സൂറത്ത്, അധിക പെണ്ണുങ്ങൾക്ക് ഓതാറുണ്ട്, യാസീന് വാക്കിയൊക്കെ. ദാരിദ്ര്യം നീങ്ങി കിട്ടുന്ന. പക്ഷെ ഹദീസ് തന്നെ ദഈഫാണ്, അതോടൊക്കട്ടെ. നാം മനസ്സിലാക്കേണ്ടത് ഈ സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഈ ചൂടിൽ നിന്ന് നമ്മൾ രക്ഷ തേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വെള്ളം, ഒന്ന് തണൽ, മൂന്നാമത്തേതോ ഒന്ന് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാറ്റുള്ളവർക്ക് നമ്മൾ പോയിക്കും. അതാണ് ഫാനിൻ്റെ ഒക്കെ കാറ്റിൽ നമ്മൾ പോയിക്കണത്, ചൂടിനെ ശമിപ്പിക്കാനാണ്. അല്ലെങ്കിൽ വെള്ളം നമ്മൾ കുളിക്കും, അതല്ലെങ്കിലോ നമ്മൾ തണലത്തേക്ക് പോയിക്കും. പരലോകത്ത് നരകത്തിൽ ഈ 3 സാധനം ഉണ്ട് എന്നാ. കാറ്റുണ്ട്, അതുപോലെ തന്നെ തണലുണ്ട്, വെള്ളമുണ്ട്. പക്ഷെ ആ കാറ്റും വെള്ളവും തണലും എങ്ങനെയുള്ളതാണ്? അതാണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫീ സമൂമിൻ വഹമീം വളില്ലിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. എങ്ങനെയുള്ള കാറ്റാണ്? തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റ്. നമ്മുടെ ശരീരത്തിൻ്റെ രോമകൂപങ്ങളിലൂടെ ഈ കാറ്റ് കയറിയിട്ട് ശരീരത്തിനുള്ളിലെ മാംസത്തെ വേവിപ്പിച്ച് കളയുന്ന കാറ്റ്. ഹമീം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. എങ്ങനെയുള്ള വെള്ളം? ഇനി അങ്ങോട്ട് ചൂടാക്കാനുണ്ടാവില്ല, ഏറ്റവും ടോപ്പ് ഡിഗ്രി ചൂടായ വെള്ളം. അതുപോലെ ലില്ലിമ്മി യഹ്മൂം എന്ന് പറഞ്ഞ് കരിമ്പുകയുടെ തണൽ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യൻ വെള്ളത്തിന് ചോദിക്കുകയാണ്, മനുഷ്യൻ കാറ്റിന് ചോദിക്കുകയാണ്, മനുഷ്യൻ തണൽ ചോദിക്കുകയാണ് നരകത്തുനിന്നും. അപ്പം അള്ളാഹ് കൊടുക്കുന്ന വെള്ളവും കാറ്റും തണലും ഈ രൂപത്തിലുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് ബേജാറുണ്ടാവണം. ഇതിലായിരിക്കണം വിശ്വാസികൾ ഈ ചിന്തിച്ച് ജീവിക്കണം. അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ഇതായിരിക്കണം.
അതുപോലെ തന്നെ സൂറത്ത് സുമറിൽ കാണാം, ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലൽ. അവരുടെ മുകളിൽ തീയുണ്ടാവും, അവരുടെ താഴത്തും തീയുണ്ടാവും. എന്നിട്ട് അള്ളാഹ് പറയുക, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദ. അള്ളാഹുവിൻ്റെ അടിമകളെ ഈ തീ കാണിച്ചുകൊണ്ട് അള്ളാഹ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്താണ്. അതുകൊണ്ട് യാ ഇബാദ് ഫത്തഖൂൻ, എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിച്ചോളിയെന്ന്. സൂറത്ത് കഹ്ഫ് നമ്മൾ ഓതുന്നതല്ലേ, അതിൽ പറഞ്ഞ എന്താ, അഹാത്ത ബിഹിം സുറാദിഖുഹാന, ഈ തീയുടെ ജ്വാല അവരെ മൊത്തം വലയം ചെയ്യുന്ന. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ നിങ്ങൾക്ക്, മുമ്പിൽ തീയിൻ്റെ മതിൽക്കെട്ട്, ബേക്കിൽ തീയിൻ്റെ മതിൽക്കെട്ട്, വലതു ഭാഗത്ത് തീയിൻ്റെ മതിൽക്കെട്ട്, ഇടത് ഭാഗത്ത് തീയിൻ്റെ മതിൽക്കെട്ട്. നേരത്തെ ഓതിയ സുമർ പ്രകാരം മുകളിലും തീ, അടിയിലും തീ. ഇങ്ങനെ തീയിൻ്റെ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. ആ നരകത്തിൽ പോയാൽ ഖാലിദീന ഫീഹ അബദ, അവരതിൽ നിത്യശാശ്വതരായിരിക്കുന്ന. പ്രത്യേകിച്ച് ഷിർക്ക് പോലെയുള്ള, കുഫർ പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് മനുഷ്യൻ പോകുന്നതെങ്കിൽ പിന്നെ ആ നരകത്തുനിന്ന് ഒരിക്കലും ഈ മനുഷ്യൻ രക്ഷപ്പെടില്ല. നമ്മൾ ഈ ചൂടിൽ നിന്ന്, ഒരു താൽക്കാലികമായി ഈ ചൂടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ബേജാറായി നടക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എത്ര ബേജാറാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ ഏറ്റവും ചെറിയ ഒരു ശിക്ഷയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നുണ്ട്. അത് ഏതാണ്? ഇന്ന ഔഹനാഹലിന്നാർ അദാബ യൗമൽ ഖിയാമ റജുലുൻ അലാ അഖ്മസി ഖദമൈഹി ജംറതാനി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ്റെ ഈ രണ്ട് കാൽപാദങ്ങൾക്കിടെ രണ്ട് തീക്കട്ട വെച്ചു കൊടുക്കുന്ന. എന്താ സംഭവിക്കുക? യഗ്ലി മിൻഹാ ദിമാഉഹുമ. ആ തീക്കട്ട കാരണം അവൻ്റെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എങ്കിൽ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളെ പൂർവികരായ ആളുകൾക്ക് ഇത് പേടിച്ച് നടക്കുകയാണ്, നമുക്ക് അത് പേടില്ല. നമുക്ക് ഇവിടുത്തെ പ്രശ്നമാണ് പ്രശ്നം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരിക്കലിങ്ങനെ പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ ചൂട് കാരണം മരത്തിൻ്റെ തണലിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന അദ്ദേഹം കാണാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ആളുകൾ ചിങ്ങളെന്തിനാ കരയുന്നത്? ഈ ഒരു ചെറിയ ചൂട് പോലും മനുഷ്യന് താങ്ങാൻ കഴിയില്ല എങ്കിൽ എന്തായിരിക്കും നരകത്തിലെ ചൂട്? മനുഷ്യനെങ്ങനെ സഹിക്കാൻ കഴിയുന്ന? അവർ ഈ ചൂട് കാണുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഈ ചൂട് ഹൂ ഹൂ എന്ന് പറഞ്ഞ് ഊതുന്ന നമുക്ക് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു ബോധം വന്നിക്കണം. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ശരിയായ രൂപത്തിൽ ഈമാൻ മനസ്സിലാക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക, ഹറാമ് ചെയ്യാതിരിക്കുക, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കുറഞ്ഞ കാലം കൂടി ഉള്ളൂ നമ്മൾ. നമുക്കറിയാം ഇപ്പം തന്നെ നമുക്ക് 40 50 ഒക്കെ ആയ ആളുകളാണ്. ഏറി വന്നഞ്ഞ് ദീർഘായുസ് കിട്ടും, 10 70 60 80 ഒക്കെ ജീവിക്കും നമ്മൾ. ഇത്രയൊക്കെ തന്നെ ഇല്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചിലവും പോവും. ദുനിയാവത് ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെന്തൊക്കെയോ സങ്കല്പങ്ങളാക്കി ഇപ്പോഴൊന്നും മരിക്കില്ല എന്നുള്ള നെയ്യത്തിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ണ് മൂടി കണ്ണ് തുറന്ന ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ്. അതുകൊണ്ട് സഹോദരിമാർ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചൂട് നമ്മുടെ കർമ്മങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലത്ത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ യുദ്ധങ്ങൾ, ബദർ, ഉഹദ്, ഖന്തക്ക്, തബൂക്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലോ. അതൊക്കെ പലപ്പോഴും ഈ ചൂട് കാലത്തായിരുന്നു എന്ന്. പ്രത്യേകിച്ച് തബൂക്ക് യുദ്ധത്തിന് 200 കിലോമീറ്റർ പോകാനുണ്ടായിരുന്നു എന്ന്. അത് മരുഭൂമിയാണ്, ചുട്ട് പൊള്ളുന്ന മരുഭൂമി. ആ സമയത്ത് അള്ളാഹു റസൂലും പറഞ്ഞ്, യുദ്ധത്തിന് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? യുദ്ധത്തിന് പോകണം. നല്ല മുഅ്മിനീങ്ങൾ പോയി, കാരണം അള്ളാഹിനെ അനുസരിക്കണമല്ലോ. ഇനി ഇതിൽ മരിച്ചാണ് ഷഹീദായി സ്വർഗത്തിലേക്ക് വേഗം പോകാം. പക്ഷേ ഈമാന് കൽബ് കയറാത്ത കുറേ കപട വിശ്വാസികളുണ്ട്, മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ളവർ തന്നെ. അവർ പറഞ്ഞു, വക്കാലുലാ തൻഫിറു ഫിൽ ഹർ. ഈ ചൂടത്ത് ഇപ്പോൾ യുദ്ധത്തിന് വേറെ പണിയൊന്നുമില്ല, ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിന്നു. ഇതിന് അള്ള കൊടുക്കുന്ന മറുപടി എന്താ പറയുക ഖുർആനിൽ? ഈ ചൂടത്ത് ഇപ്പം എങ്ങനെയാ പോകാ എന്ന് പറഞ്ഞ ആളുകളോട്, കുൽ നബിയെ നീ പറയുക,
നാറു ജഹന്നമ അഷദ്ദു ഹർറാ. ഈ ചൂടിനെയാണ് നിങ്ങൾ പേടിച്ച് മാറിക്കണല്ലേ, എങ്കിൽ നരകത്തിലെ ചൂട് ഇതിനേക്കാൾ എത്രയോ ശക്തമാണ്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ എങ്കിൽ അള്ള പറഞ്ഞ കൽപ്പനകൾ ചെയ്യ്. ഇതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ആളുകൾ എങ്ങനെയാ ഇപ്പോൾ ഈ ളുഹറിന് പള്ളിയിൽ പോവുക, ചൂട്. ഇപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ എങ്ങനെയാ ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കുക, ചൂട്. പക്ഷെ അത്തരം ആളുകളോട് പറയാണ് നരകത്തിലെ ചൂട് ഇതിനേക്കാൾ ശക്തമാണ്. ഇസ്ലാമികമായ വേഷവിധാനങ്ങളൊക്കെ ധരിക്കും. എങ്ങനെയാ ഇപ്പോൾ ഈ ചൂടത്ത് ഈ കറുത്ത പർദ്ദയൊക്കെ ഇങ്ങളിട്ട് ഇങ്ങനെ നടക്കണത്, ഒന്ന് തുറന്നിട്ടൂടെ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ടാവും. അവരോട് നമുക്ക് പറയാനുള്ള ഈ ആയത്ത നാറു ജഹന്നമ അഷദ്ദു ഹർറാ. നിങ്ങൾ ഈ ചൂടിനെയാണല്ലോ പേടിക്കണത്, നരകത്തിലെ ചൂട് ഇതിനേക്കാളും ശക്തമാണ്. അപ്പോൾ ഇത് അള്ള മറക്കാൻ പറഞ്ഞതാ, അതുകൊണ്ടാണ് മറക്കണത്. നമ്മൾ ഇങ്ങനെ മറച്ച് നടന്നാലേ നാളെ വല്ലാത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഈ ചൂട് നമുക്ക് കഴിയുന്നില്ലേ പിന്നെ അവിടെ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് ഈ ചൂട് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മറ്റുള്ളവർ പറയുന്നത് പോലെ കാലത്തെ കുറ്റപ്പെടുത്തി എന്തൊരു ചൂടാണ് ഇടങ്ങാറാണെന്ന് പറഞ്ഞ് അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലല്ല, മറിച്ച് ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചതാണ്. നമ്മളറിയാത്ത ഖൈർ ഇതിൻ്റെ പിന്നിലുണ്ടാവും. ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും ചെയ്യും. പക്ഷെ മാറാത്ത എന്നൊന്നും നിലനിൽക്കുന്ന ഇത് സഹിക്കാൻ കഴിയുന്നുണ്ട്. സഹിക്കാൻ കഴിയുന്നതുകൊണ്ടല്ലേ ഞാനും നിങ്ങൾ വിളിക്കണം. നമ്മൾ ആരെങ്കിലും ചൂട് കാരണം മരിച്ചു വീഴുന്നുണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ, അല്ലെ നാട് വിട്ടുപോകും? ഇല്ല, നമുക്ക് സഹിക്കാൻ കഴിയുന്നത്, സഹിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹ് ആക്കി തന്നത്. പക്ഷെ മറ്റേത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ചൂട് നമുക്ക് വരാനുണ്ട് എന്ന ചിന്ത, ഈ ചൂട് നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ ആദ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂടിയിരുത്തവും സംസാരവും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു നമുക്കിതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത ഒരുപാട് അമലുകൾ, അതിലൊക്കെ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടാവും. ആ വീഴ്ചകളും പോരായ്മകളൊക്കെ അള്ളാഹു പുറത്ത് നമ്മൾ ചെയ്ത എല്ലാ അമലും നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമുക്കതിനൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ ദൂരീകരിച്ച് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ സന്താനങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അവശേഷിക്കുന്ന നമ്മുടെ ജീവിതം വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം, ആ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലും മത്സരത്തിലും ഏർപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളെ ഈ അർത്ഥത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.